hallelujah, hallelujah, hallelujah. La 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 la, la 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 la, la 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 la, la 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 la, la la la. രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം. വിടുതല ജീവനായി, വിടുതല ജീവനായി, രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം. കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, വീണ്ടും നമുക്ക് അവൻ്റെ വചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി നമുക്ക് വലിയവനായ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇത് ദൈവത്താൽ സംഭവിച്ചു, ദൈവം നമ്മൾക്കായി ഒരുക്കി. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെപ്പോലെ ആരോഗ്യത്തോടെ ജീവിച്ച പലരും ഇന്ന് ഭൂമിയിലില്ല. എന്നാൽ നമ്മുടെ ദൈവം ഇന്നും കൂടി ഈ വചനത്തിൻ്റെ മുൻപിൽ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി നമുക്ക് വലിയവനായ ദൈവത്തെ സ്തോത്രം ചെയ്യാം, നമുക്കവനെ മഹത്വപ്പെടുത്താം. സങ്കീർണതകൾ നിറഞ്ഞ ധാരാളം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മൾ. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം തൻ്റെ വിശ്വസ്തത വളരെ കൃത്യതയോടെ പാലിച്ചു. അവൻ്റെ സ്നേഹം നമ്മൾ നന്നായി ആസ്വദിച്ചു, അവൻ്റെ കൃപ നമ്മൾ നന്നായി അനുഭവിച്ചു. അതിനെല്ലാമുള്ള നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഈ വചനത്തിൻ്റെ മുൻപിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സ്വന്തമായി നടത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പിസോഡിലേക്ക്, അതിൻ്റെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളെ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. EGM ഓഫ് ഇന്ത്യയുടെ 7ാമത് ഐക്യ സുവിശേഷ യോഗം ഈ വരുന്ന ഏപ്രിൽ മാസം 28, 29, 30, മെയ് 1 തീയതികളിലായി നടത്തപ്പെടുകയാണ്. നിങ്ങൾ ആ ദിവസം പ്രത്യേകമായി ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യോഗ്യമായ സൗകര്യപ്രദമായ ഒരു സമയമാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളത് കലണ്ടറിൽ മാർക്ക് ചെയ്യുക. നിങ്ങൾ ലീവ് എടുക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിലൂടെ സംബന്ധിക്കാവുന്ന രീതിയിൽ ക്രമീകരിക്കണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രാവശ്യം അത് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളതായ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതായ വിശ്വാസികൾ എത്തിച്ചേരുന്നു. അവരെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് വളരെ വളരെ ത്യാഗം നിറഞ്ഞ കാര്യമാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ആ വിഷയം നിങ്ങളുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ കരുതുക. വലിയവനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം മറക്കാതെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച ഭാഗത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ചിന്തയ്ക്കായിട്ടെടുത്തത്. നീ ഒരു അനുഗ്രഹമായിരിക്കും. യു ഷാൽ ബി എ ബ്ലെസ്സിങ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. 2015 ഈ കാലഘട്ടം, ഈ വർഷം നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ഇത് നമ്മളെക്കുറിച്ചുള്ള ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നമ്മൾ ആരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ വർഷം ദൈവം നമ്മളെ കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായ ഉത്തരം താങ്കൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകണം എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകണം എന്നുള്ളതാണ്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായ, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത, മറ്റുള്ളവർക്ക് ഗുണം ചെയ്ത ഒരു ആയുസ്സായിരിക്കണം നമ്മുടെ എന്ന കാര്യം വിസ്മരിക്കരുത്.
പ്രിയ ദൈവമക്കളെ, അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുക. വലിയവനായ ദൈവം ഇന്ന് ഈ ഭാഗത്തിലൂടെ നമ്മളോട് സംസാരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചു, കർത്താവിൻ്റെ നാമത്തെ പങ്കുവെക്കുന്നത് അത് ഒരനുഗ്രഹമാണ്. നമ്മൾ ദൈവവചനത്തെ മറ്റുള്ളവർക്ക് കൈമാറുക. നമ്മളത് കൈമാറുമ്പോൾ പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ലോകത്ത് ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നവനായ യേശുവിനെ മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ സ്വഭാവത്തെ, ജീവിതത്തിൻ്റെ താളമേളങ്ങളെ എല്ലാം ക്രമീകരിക്കാൻ കഴിയുന്ന യേശു കർത്താവിൻ്റെ നാമത്തെ മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ ആ ജീവിതം ധന്യമാകുകയാണ്. ഏറ്റവും വലിയ നന്മയായി അവൻ്റെ നാമത്തെ കൈമാറുന്നതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല പ്രിയമുള്ളവരെ. ആകയാൽ ഒന്നാമത്തേത് നമ്മൾ അവൻ്റെ നാമത്തെ പങ്കുവയ്ക്കുക. രണ്ടാമത് നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തയ്ക്കായി നമ്മൾ വായിച്ചത്. നമ്മളൊരു ഭവനത്തിൽ ചെന്നാൽ ആ കുടുംബത്തിന് നമ്മളൊരു അനുഗ്രഹമായിരിക്കണം. ആ ഭവനത്തിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ പോകുന്നതോ, അവരുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ പരിഹരിക്കാൻ പോകുന്നതോ, അവരുടെ ജീവിതത്തിന് നന്മ വരുന്നതോ, ആ നമ്മൾ കാൽ കുത്തിയ ഭവനത്തിലുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ, സന്തോഷമുള്ളവരായി തീരുവാൻ, അവർ അനുഭവങ്ങളുള്ളവരായി തീരുവാൻ യോഗ്യമായി നമ്മൾക്ക് എന്ത് ചെയ്യാമോ അത് നാം ചെയ്യുക. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം. ഞാൻ 3-ാമത്തെ ഭാഗത്തേക്ക് ഈ എപ്പിസോഡിലൂടെ കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യമാണ് ഞാൻ അതിനുവേണ്ടി വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മെ വിശുദ്ധീകരിച്ചാൽ നാളെ അവൻ അത്ഭുതം പ്രവർത്തിക്കും. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ഉണ്ടാകുവാൻ ആവശ്യമായിരിക്കുന്നത് നമ്മളുടെ ശുദ്ധീകരണത്തിലൂടെയാണ്. നമ്മളെ വിശുദ്ധീകരിക്കുക, നമ്മളുടെ പാപത്തെ നമ്മിൽ നിന്ന് കഴുകിക്കളയുക, നമ്മുടെ അകൃത്യങ്ങളെ നമ്മിൽ നിന്ന് മാറ്റിക്കളയുക. പാപം എന്ന് പറയുമ്പോൾ അതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് പാപമാണ്, അത് നമ്മൾ അറിഞ്ഞു വന്നിട്ടുള്ളതല്ല. ആദാം ചെയ്ത പാപത്തിൻ്റെ പിന്തുടർച്ചയായി ഒരു പുരുഷനിൽ നിന്ന് ജനിക്കുമ്പോൾ അവനിലേക്ക് ആ ജീൻ വഴിയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് പാപം. എന്നാൽ മറ്റൊന്നുണ്ട് പാപങ്ങൾ. അത് നമ്മൾ ഓരോ ദിവസവുമായി ചെയ്തു കൂട്ടുന്നതാണ്, ഓരോ നിമിഷങ്ങളിൽ നാം ചെയ്തു കൂട്ടുന്നതാണ്. ഈ ജഡത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവരായ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ അത് ഒന്നല്ല, 2അല്ല, പലതാണ്. ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിയാൽ കാണാം. ഒരു ദിവസം നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സ വാച കർമ്മണ, 3 കാര്യങ്ങളാൽ 3 പാപം നമ്മൾ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാമോ? ഒരു മാസം കൊണ്ട് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 90 പാപങ്ങൾ. അങ്ങനെയാണെങ്കിൽ 12 മാസം കൊണ്ട് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 1080. എന്നാൽ നമുക്കതിൻ്റെ ചില്ലറയും കളയാം, 1000 വെച്ച് കൂട്ടിക്കോ. ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന താങ്കളുടെ പ്രായത്തോട് 1000 കൊണ്ട് പെരുപ്പിക്കുക. 1000 ഇൻറ്റു താങ്കളുടെ പ്രായം ചേർത്ത് നോക്കുമ്പോൾ കാണാം 1, 2, 10 അല്ല, 1000കണക്കിന് പാപങ്ങളുടെ ഉടമസ്ഥനാണ് ഈ TV സ്ക്രീനിന്റെ മുൻപിലിരിക്കുന്ന താങ്കൾ. ഈ 1000കണക്കിന് പാപങ്ങൾ ഉള്ള വ്യക്തികളായ നമ്മൾ
ഇന്ന് പുറം ലോകത്ത് നടക്കേണ്ടവരല്ല. നമ്മൾ ഇന്ന് ഏതെങ്കിലും ജയിൽ ശിക്ഷകൾ അനുഭവിച്ചിരിക്കേണ്ടവരോ ഏറ്റുവാങ്ങേണ്ടവരോ ആണ്. പിടികൊടുക്കാത്ത ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പിടിക്കപ്പെടാത്ത ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ അധികം പറ്റില്ല. കണ്ടെത്തപ്പെടാത്ത, മറ്റാരും കണ്ടെത്തപ്പെടാത്ത പാപങ്ങളുടെ ഉടമസ്ഥരാണ് താങ്കൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറ്റില്ല. ഞാനോ നിങ്ങളോ ഈ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളുടെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിപ്പാൻ ഞാൻ വളരെ വിനയത്തോടെ ആവശ്യപ്പെടട്ടെ. കർത്താവേ, ആയിരക്കണക്കിന് പാപങ്ങളുടെ ഉടമസ്ഥരാണെന്ന് സ്വയം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇത് എവിടെയാണ് ഇതിൻ്റെ പരിഹാരം? നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം FIR തയ്യാറാക്കുക. നമ്മൾ തന്നെ നമ്മുടെ കുറ്റപത്രം തയ്യാറാക്കുക. ഒരു കടലാസും ഒരു പേനയും എടുത്ത് നമ്മളുടെ കുറ്റപത്രം തയ്യാറാക്കി നാം ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുക. നമ്മുടെ ആന്തരിക സൗഖ്യ ധ്യാനത്തിൻ്റെ ആദ്യ 2-ാം ദിവസം ഇതുപോലെ പാപത്തെ ഏറ്റുപറയാൻ നമ്മളൊരു സമയം കൊടുക്കും. പല ബാച്ചുകളും പലപ്പോഴും കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ എണ്ണപ്പെട്ട പരിവർത്തനങ്ങൾക്ക് കാരണമാക്കി തീർക്കുന്നത് പാപങ്ങളെ ഏറ്റുപറയുന്നതോടെ ആന്തരിക സൗഖ്യത്തിൻ്റെ തുടക്കം ആരംഭിക്കുകയാണ്. അവരുടെ ആന്തരിക പ്രശ്നങ്ങളുടെ പരിഹാരം ആരംഭിക്കുകയാണ്. അവരുടെ ജീവിതത്തെ കർത്താവ് സ്പർശിക്കാൻ തുടങ്ങുകയാണ്. പ്രിയരെ, നമ്മൾ നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ നിരത്തി വയ്ക്കുക. നമ്മുടെ കുറ്റപത്രങ്ങളെ ദൈവത്തിന് മുൻപാകെ പ്രദർശിപ്പിക്കുക. പലപ്പോഴും പാപങ്ങൾ ഏറ്റുപറയാൻ ധാരാളം സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും നമുക്ക് ഏറ്റുപറയാൻ മടിയാണ്, ലജ്ജയാണ്. അത് നമ്മൾ പറയാൻ മടിക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് പിറകോട്ട് പോരുകയാണ്. പാപങ്ങളെ ഏറ്റുപറയില്ല, അതിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. ആരോട് പറയാൻ? ആരാണ് നമ്മുടെ പാപത്തിൻ്റെ ബാണക്കെട്ടുകൾ ചുമക്കാൻ ഈ ലോകത്തുള്ളത്? രഹസ്യ പാപങ്ങൾ ആരും അറിയാതെ വളരെ ഗോപ്യമായി ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ട്. അകൃത്യങ്ങൾ എന്ന് പറയും. മനഃപൂർവ്വമായി ചെയ്തവയാണ്, അറിഞ്ഞു ചെയ്തതാണ്, കൃത്യമായി മനസ്സിലാക്കി ചെയ്തതാണ്, പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്തതാണ്. അകൃത്യം എന്നതിന് പേരിടുന്നു. ഈ പാപം, ഇതും പാപങ്ങളുടെ ലിസ്റ്റിൽ വരുന്നതാണ്. ഇങ്ങനെ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ, അകൃത്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. പാപങ്ങൾ, അകൃത്യങ്ങൾ, ഇത് മൂന്നും ഒരുപോലെ മനുഷ്യ ജീവിതത്തെ ദൈവം കൊടുക്കുന്ന നന്മകൾ അനുഭവിക്കാൻ കഴിയാത്ത രീതിയിൽ അവനെ കാർന്നു തിന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു വ്യക്തി പ്രാപിക്കാൻ ഉള്ള മാർഗം എന്തെന്ന് ചോദിച്ചാൽ നമ്മെ ഇപ്പോൾ വിശുദ്ധീകരിക്കുക എന്നതാണ്. എങ്ങനെ വിശുദ്ധീകരിക്കാം? നമ്മുടെ പാപത്തെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ കയ്യിൽ യാതൊരു കർമ്മങ്ങളുമില്ല. നമ്മുടെ പാപത്തിൻ്റെ വിശുദ്ധീകരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു കർമ്മവുമില്ല, ഒരു പ്രവൃത്തിയുമില്ല. പിന്നെ എങ്ങനെ നമ്മൾക്കിതിനെ വിശുദ്ധീകരിക്കാൻ കഴിയും? നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല പാപങ്ങളുടെയും സംഹിതകൾ, അതിൻ്റെ ഉള്ളടക്കങ്ങൾ, അല്ലെങ്കിൽ പാപത്തിൻ്റെ കൃത്യമായ പേരുകൾ നമ്മൾ കണ്ടെത്തുക. എന്ത്, ഏത്, എങ്ങനെ, എവിടെ, എപ്പോൾ, ഇത് തിരിച്ചറിഞ്ഞ് ഇതെല്ലാം വാരിക്കൂട്ടി സകല പാപവും പരിഹരിക്കുന്ന, സകല പാപത്തിൽ നിന്നും മാനവരാശിക്ക് മോചനം കൊടുക്കുന്ന യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരിക. അവിടെയാണ് വിശുദ്ധീകരണമുള്ളത്, അവിടെയാണ് മോചനമുള്ളത്, അവിടെയാണ് വിടുതലുള്ളത്, അവിടെയാണ് പരിഹാരമുള്ളത്. ഏത് വർഗത്തിലും, ഏത് വർണ്ണത്തിലും, ഏത് കുലത്തിലും, ഏത് കുടുംബത്തിലും, ഏത് ചുറ്റുപാടിലും ജനിച്ചിട്ടുള്ള സ്ത്രീയായാലും പുരുഷനായാലും, ഏത് പ്രായത്തിലുള്ളവരായാലും, ഏത് പദവിയിലുള്ളവരായാലും, നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലായി വീണുപോയിട്ടുള്ള, ചെയ്തു പോയിട്ടുള്ള
പാപത്തിൻ്റെ കെട്ടുകൾ വ്യക്തിപരമായി കണ്ടെത്തി തിരഞ്ഞെടുത്ത് വാരിക്കൂട്ടി യേശു കർത്താവിൻ്റെ മുൻപിലേക്ക് ചെല്ലാമെങ്കിൽ, പ്രിയ സുഹൃത്തേ, അവൻ തരുന്ന വിശുദ്ധീകരണം നമുക്ക് സ്വന്തമാക്കാം. അവൻ അതിൻ്റെ മേൽ പകരുന്ന വിശുദ്ധീകരണത്തെ നമുക്ക് വ്യക്തിപരമായി സ്വന്തമാക്കാം. ആ വിശുദ്ധീകരണത്തിൻ്റെ അനന്തര ഫലം നമ്മൾ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമാകും. നമ്മളൊരനുഗ്രഹമാകും, നമ്മൾ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമാകും. ഇത് ദൈവത്തിൻ്റെ വിലപ്പെട്ട വാഗ്ദത്തമാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള വിലയേറിയൊരു വാഗ്ദത്തം. വിളി കേട്ട് പുറപ്പെടുന്ന ഏതൊരു വ്യക്തിയും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. ദൈവത്തിൻ്റെ വിളി കേട്ട് അവൻ്റെ പിറകെ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഏത് വ്യക്തിയും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. ഈ ടെലിവിഷൻ സ്ക്രീനിലൂടെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ സന്ദേശം ഒരനുഗ്രഹമാണ്. അത് നിങ്ങൾ മറ്റൊരാളോട് കൈമാറുമ്പോൾ അത് നിങ്ങൾക്കൊരനുഗ്രഹമാണ്. നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള സകല പ്രാപ്തികളും നാം കൈമാറുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. യേശു എന്ന നാമത്തെ, ആ നാമമാണ് നമ്മൾ വിളിപ്പിച്ചത്, അത് കൈമാറുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് അനുഗ്രഹമാകുകയാണ്. നമ്മൾ കടന്നു ചെല്ലുന്ന ഭവനത്തിൻ്റെ കുറവുകൾ നികത്താൻ നാം നമ്മെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമാകുകയാണ്. നമ്മൾ കാൽ വയ്ക്കുന്ന ദേശം അനുഗ്രഹമാകുന്നത് ആ ദേശം നന്മ അനുഭവിക്കുമ്പോഴാണ്. പ്രിയരെ, ഈ നാളുകളിൽ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. അതിന് ഞാനെന്ത് ചെയ്യണമെന്ന് സ്വയം ചിന്തിക്കുന്നത് എത്രയോ ഗുണകരം, എത്രയോ മഹത്വം, എത്രയോ ശ്രേഷ്ഠം. നമ്മൾ സ്വയം ചിന്തിക്കുക, എനിക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമാകാനായിട്ട് സാധിക്കും. നാം നമ്മെ തന്നെ ഇന്ന് വിശുദ്ധീകരിച്ചാൽ, നാളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യും. നാളെ അവൻ പ്രവർത്തിക്കും. തടസ്സമായി കിടക്കുന്ന നന്മകൾ, നമ്മിലേക്ക് പകരപ്പെടാൻ കഴിയാതെ ബ്ലോക്കായി കെട്ടിക്കിടക്കുന്ന നന്മകൾ, പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് അനുഭവിക്കാൻ ഒരൊറ്റ മാർഗം, പാപത്തെ സ്വയം കണ്ടെത്തുക. വില കൊടുക്കണ്ട, അതിനുവേണ്ടി പണമെറിയണ്ട, അതിനുവേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കണ്ട. പക്ഷേ മുട്ടുമടക്കാൻ തയ്യാറാകണം, കണ്ടെത്താൻ തയ്യാറാകണം, അതിനു മുമ്പിൽ വിനയപ്പെടാൻ തയ്യാറാകണം, അനുദപിക്കാൻ തയ്യാറാകണം, ഏറ്റുപറയാൻ തയ്യാറാകണം. അതിൻ്റെ മുൻപാകെ ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന, തലോടുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, മാറ്റുന്ന അവൻ്റെ കരത്തിൻ്റെ സ്പർശനം താങ്കൾക്ക് ഇപ്പോൾ ഈ സമയത്ത് അനുഭവിക്കാം. ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് ധാരാളം കുറവുകളുമായിട്ടാണല്ലോ നമ്മൾ ഈ സ്ക്രീനിൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. എൻ്റെ ദൈവം എന്നോടത് ചെയ്തില്ലല്ലോ, എനിക്കത് ലഭിച്ചില്ലല്ലോ, ഞാൻ ചോദിച്ചിട്ട് ആ കാര്യം നടന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ വിഷയത്തിൻ്റെ മേലെ എനിക്കൊരു ഉത്തരം കിട്ടിയില്ലല്ലോ, എനിക്ക് മക്കളില്ലല്ലോ, എനിക്ക് വീടില്ലല്ലോ, എൻ്റെ ബാധ്യത തീർന്നില്ലല്ലോ, എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞില്ലല്ലോ, എൻ്റെ മകന് രോഗത്തിന് സൗഖ്യം വന്നില്ലല്ലോ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നത്തിന് നിവാരണം വന്നില്ലല്ലോ. ഇങ്ങനെ നൂറ് ഭാരങ്ങളുമായി ഈ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയ സുഹൃത്തെ, ആ കെട്ടങ്ങ് താഴെ വയ്ക്ക്, ആ ചുമക്കുന്ന ലോഡുകളെല്ലാം താഴെ വയ്ക്ക്. എന്നിട്ടൊരു കടലാസും പേനയും നിങ്ങൾ എടുക്ക്. അതിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ, കർത്താവേ, ഈ താഴെ പറയുന്ന പാപങ്ങളെല്ലാം ഞാൻ നിന്നോട് ചെയ്തു പോയി എന്ന് പറഞ്ഞതിന് ശേഷം ആ കടലാസിൽ അതെല്ലാം ഒന്ന് എഴുതിക്കൂട്ട് സുഹൃത്തെ. അത് എഴുതി ഓർമ്മ വരുന്നതെല്ലാം എഴുതി കൂട്ടി കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ ഈർന്നണിയാൻ തുടങ്ങും, നമ്മുടെ കവിൾത്തടങ്ങൾ നനഞ്ഞിറങ്ങാൻ തുടങ്ങും. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവസന്നിധിയിലിരുന്ന് നമ്മുടെ പാപത്തിൻ്റെ, നമ്മുടെ കുറ്റപത്രത്തിൻ്റെ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളുടെ മനസ്സ് ഇളകാൻ തുടങ്ങും. എൻ്റെ കർത്താവിനെ ഞാൻ ഇത്രമാത്രം വേദനിപ്പിച്ചല്ലോ, എനിക്ക് രക്തം തന്നെ വീണ്ടെടുത്ത, എൻ്റെ പാപത്തിന് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ യേശുവിനെ ഞാൻ എന്തുമാത്രം വേദനിപ്പിച്ചു എന്നുള്ള ചിന്താഭാരം, ഞാൻ എന്തുമാത്രം അവനെ ഞാൻ ഭാരപ്പെടുത്തി എന്നുള്ള ചിന്താഭാരം
എന്നെ സ്നേഹിച്ചവനെ ഞാൻ തിരിച്ച് സ്നേഹിച്ചില്ലല്ലോ എന്നുള്ള ചിന്താഭാരം. അതാണ് നമ്മളെ ക്രൂശിൻ്റെ മുൻപിൽ വിനയാന്വിതനാക്കി മാറ്റുന്നത്. അതാണ് നമ്മളെ ക്രൂശിൻ്റെ മുൻപിൽ വിനയപ്പെടുത്തുന്നത്. പ്രിയ സുഹൃത്തെ, നമുക്ക് അവൻ്റെ മുൻപിൽ താഴാം, നമുക്ക് അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ ആണ്ടിൽ കാണാത്ത അത്ഭുതങ്ങൾ കാണും. ഈ ആണ്ടിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ആണ്ടിൽ ദൈവത്തിൻ്റെ നന്മകൾ നമ്മൾ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആകയാൽ കർത്താവേ, നീ എന്നോട് കരുണ തോന്നണമെന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കൂ. അവൻ നമുക്ക് വൻകാര്യങ്ങൾ ചെയ്തവനാണ്. അവൻ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് വലുതായിരിക്കും, അത് മഹത്വകരമായിരിക്കും. നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഞാനിങ്ങനെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ആരാം രാജ്യത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു ഇസ്രായേൽ പെൺകുട്ടി. അവൾ എലീശ എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് നല്ല അറിവുള്ളവളാണ്. ഒരു ചെറിയ കുട്ടിയാണ്. അവൾ ആ വീട്ടിലെ ഗ്രഹകാര്യങ്ങൾ നോക്കുന്ന, വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവളാണ്. അവരുടെ ആവശ്യങ്ങൾ നിർവഹിപ്പാൻ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ്. പരാക്രമശാലിയായ, വീരശ്വര പരാക്രമിയായ, നമുക്കെല്ലാം പരിചിതനായ നയമാൻ, ആരാം രാജ്യത്തിന്റെ സേനാനായകൻ. അവന്റെ ശരീരം മുഴുവനും കുഷ്ഠമാണ്. ആരെയും കാണിക്കാതെ അവനത് മറച്ചു വെച്ചു. ഈ പെൺകുട്ടി അത് തിരിച്ചറിഞ്ഞു. ആ കുടുംബത്തിൽ സേവ ചെയ്യുന്ന ആ കുട്ടി ആ കുടുംബത്തിനൊരു അനുഗ്രഹമായി. ആ കുടുംബത്തിന്റെ നന്മകൾ, ആ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരാൻ ആ പെൺകുട്ടി ഒരു കാരണമായി. അവൾ പാർത്ത ഭവനം, അവൾ സംരക്ഷിക്കപ്പെട്ട ഭവനം, ആ കുടുംബത്തിന് അവളൊരു അനുഗ്രഹമായി. അവളുടെ പേരിവിടെ പറഞ്ഞിട്ടില്ല. ആ കുട്ടിയെ ഒന്ന് മാറ്റി നിർത്തി അവളോട് ചോദിച്ചാൽ അവൾ പറയും, എനിക്ക് എൻ്റെ യജമാനന്റെ സൗഖ്യം വലുതാണ്. യജമാനന്റെ രോഗവിവരം ആരും പറഞ്ഞിട്ടില്ലെങ്കിലും അവളത് മനസ്സിലാക്കി. അതിന് സൗഖ്യം കൊടുക്കാൻ കഴിയുന്ന ഒരു എലീശായെ മനസ്സിലാക്കി. അവിടേക്ക് നയിക്കുകയാണ്. നീ പോകണം, പോയാൽ ഇങ്ങനെ ഒരാളെ കാണാം, അവിടെ ചെന്ന് അവനെ കണ്ടാൽ ആ രോഗത്തിന് സൗഖ്യം വരും എന്ന് പറഞ്ഞ് വിടുകയാണ്. പ്രിയരെ, ഈ വേദഭാഗത്തിന്റെ വിശദീകരണം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാനത് പറഞ്ഞ് എൻ്റെ നേരം ഞാൻ എടുക്കുന്നില്ല, സമയമെടുക്കുന്നില്ല. എലീശായുടെ അടുത്തേക്ക് നയമാൻ പുറപ്പെടുന്നു. പക്ഷേ സ്വാഭാവികമായി രാജാവിന്റെ കത്തുമായി നേരെ ചെന്നത് യഹൂദ രാജ്യത്തിലേക്കാണ്, രാജാവിന്റെ അടുത്തേക്കാണ്. രാജാവ് തന്റെ വസ്ത്രം കീറി. അവനത് ഒട്ടും പിടിച്ചില്ല. അവന് മനസ്സിലായി വൈര്യം വർദ്ധിപ്പിക്കാൻ ചെയ്ത കാര്യം. രാജാവിന് പ്രാപ്തിയില്ല. നയമാന് രാജാവിനെ അറിയാവൂ, പ്രവാചകനെ അറിയില്ല. എന്നാൽ നയമാന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ പാവം പെൺകുട്ടിക്ക് രാജാവിനേക്കാളും നയമാനേക്കാളും സൗഖ്യം കൊടുക്കാൻ മതിയായ യഹോവയുടെ പ്രവാചകനെ നന്നായിട്ടറിയാം. നല്ല ബോധ്യമുണ്ട്. ആ പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൾ ആ കുടുംബത്തിന് അനുഗ്രഹമായി.
ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ, അനേകരെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒരനുഗ്രഹമാണ്. നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധിവരെ ഇതുപോലെ പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരാൾ പ്രസംഗിക്കുന്ന പോലെ എനിക്ക് പ്രസംഗിപ്പാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ നമ്മൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന, ഏവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ചിലർക്ക് ആ നല്ല പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, ചിലർക്ക് ആ പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഏതാണ് എലീശയേക്കാൾ വലിയവനായ പ്രവാചകൻ? നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഏതൊരു വ്യക്തിയുടെയും പ്രശ്നത്തിന്റെ പരിഹാരകനായി ഉറപ്പോടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവാചകൻ നമുക്കുണ്ട്. അവനെ മാത്രം, യേശു എന്ന നാമം മാത്രം ചൂണ്ടിക്കാണിക്കുക. വേറെ ഒന്നും ചൂണ്ടിക്കാണിപ്പാനായിട്ടില്ല. ഒരേ ഒരു നാമം, രക്ഷയ്ക്ക് നിദാനമായി, വിടുതലിന് നിദാനമായി ഒരു നാമം. ആ നാമത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അതൊരു അനുഗ്രഹമാണ്. അതുവഴിയായി അവർ സൗഖ്യം അനുഭവിച്ചാൽ, അവർ ഏതെല്ലാം നന്മകൾ അനുഭവിക്കുന്നുവോ അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലം നമുക്കവൻ വെച്ചിട്ടുണ്ട്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകട്ടെ. ഒരു കൊതിയോടെ പ്രാർത്ഥിക്കാമോ? ഈ കരങ്ങളെ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ജീവിതം കർത്താവെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നെ ഒന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ എന്നെ ഇപ്പോൾ സഹായിക്കണമെന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ എളിയ ദാസൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ്, ഈ പ്രഭാതത്തിൽ അടിയൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുവാൻ നീ തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യട്ടെ. ഈ വചനം കേൾക്കുന്ന എപ്പേർപ്പെട്ടവരും നിന്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരും, നിന്റെ വചനത്താൽ ഉപദേശിക്കപ്പെടുന്നവരും, നിന്റെ വചനത്താൽ നയിക്കപ്പെടുന്നവരുമാകണമേ. കർത്താവെ, നിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. നീ അവരോട് കരുണ തോന്നി അത്ഭുതകരമായി, അതിശയകരമായി നടത്തണമേ. കർത്താവ് മഹത്വമെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ മാസം നമ്മളുടെ 10ാം ക്ലാസ്സിലെയും പ്ലസ് 2വിൻ്റെയും എക്സാമിനേഷൻ്റെ ടൈമാണ്. അതുകൊണ്ട് പരീക്ഷ എഴുതുന്ന പ്രിയ വിദ്യാർത്ഥികൾ, ഈ സ്ക്രീനിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള പ്രെയർ ലിങ്കിൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്താൽ കൃത്യമായി നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കും. ആകയാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് സന്തോഷമാണ്. ദൈവത്തിന് മഹത്വം. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നായ മണിപ്പൂർ എന്തുകൊണ്ടും ഏതൊരു ഇന്ത്യക്കാരനും വളരെ പരിചിതമാണ്. അയൽ രാജ്യമായ ബർമയുമായി അതിർത്തി പങ്കിടുന്ന ഈ സംസ്ഥാനത്തിലെ മേത്തേ വിഭാഗങ്ങൾക്കിടയിൽ നമ്മൾ ദൈവവേല ആരംഭിച്ചു. ധാർഷ്ട്യക്കാരായ ഈ സമൂഹം വിശ്വാസത്തിൽ വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമാണ്. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവവേലയ്ക്ക് ഒരു തടസ്സമാണ്. എന്നിരുന്നാൽ തന്നെ ദൈവവേലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മിഷണറി അജോ ദേശായിയെയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.